വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഫെം ഉപയോഗിച്ചിട്ട് നമ്മുടെ ഹെയർ കളർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഫെം ആദ്യം നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ ബ്ലീച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സ്കിന്നിൽ ടാനൊക്കെ മാറ്റിയിട്ട് ഒന്ന് ബ്ലീച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫെം ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഫെം കൊണ്ട് തന്നെ നമ്മുടെ ഹെയർ കളർ എങ്ങനെ ചെയ്യാനാണ് ഈ വീഡിയോ ഞാൻ കാണിക്കുന്നത്. നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അഥവാ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഫെം എന്ന് വെച്ചാൽ നമ്മുടെ ഗോൾഡൻ ഫെം ആണ്. ഇത് ബ്രാൻഡിനായിട്ട് ഫെമ്മിൻ്റെ കാര്യം തന്നെയാണ് കേട്ടോ പറഞ്ഞിട്ടായത്. അപ്പോൾ ഇത് ഗോൾഡൻ സ്പെഷ്യൽ ഗോൾഡൻ ഗ്ലോ എന്നാണ് പറയുന്നത്. ഒരു 15 മിനിറ്റ് മാത്രം നമ്മൾ അപ്ലൈ ചെയ്തിട്ട് വെച്ചാൽ അതായത് ഫേസിൽ 15 മിനിറ്റ് എന്നാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പം നമ്മുടെ ഹെയറിൽ എന്തായാലും ഒരു 20 മിനിറ്റെങ്കിലും നമ്മളിത് ഹെയറിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഓപ്പണൊക്കെ ആക്കി കാണിച്ചത്. ഇപ്പോഴാണ് അൺബോക്സ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 90 രൂപയാണ് പ്രൈസ് വരുന്നത്. പക്ഷേ എനിക്ക് ഓഫറിൽ കിട്ടിയെന്ന് വെച്ചാൽ 77 രൂപയ്ക്കാണ് ഓഫറിൽ എനിക്ക് കിട്ടിയത്. ചെറിയൊരു സ്മോൾ ഡബ്ബയാണുള്ളത്. ഇതിലേക്ക് ക്രീമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് എമൗണ്ടിൽ കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഹെയറിലേക്കാണ് ഈ ബ്ലീച്ച് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഹെയർ കളർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3-4 സ്പൂൺ ഞാൻ നല്ലോണം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഇതിൻ്റെ ഒരു പൗഡറാണ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പൗഡറിലാണ് എല്ലാം കൂടി അടങ്ങിയിട്ടുള്ളതെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ ഫേസിലിടുന്ന സമയത്തും ഇതിടുന്ന സമയത്താണ് നമ്മുടെ ഫേസ് ഒരു ചെറിയൊരു ഗ്ലോ ആയിട്ട് വന്നിട്ട് നല്ലൊരു വെളുപ്പിക്കുന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പൗഡറും കൂടി ഞാൻ കുറച്ച് എക്സ്ട്രാ നന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു സ്പൂണാണ് ഇപ്പം ഞാൻ കൂടുതലായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വലിയൊരു സ്പൂണാണ് കേട്ടോ. ഒരു സൈഡിൽ ചെറുതും മറ്റേ സൈഡിൽ വലിയൊരു സ്പൂൺ അങ്ങനെയാക്കിയിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഒരു മിനിറ്റോളം ഞാൻ നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 മിനിറ്റ് ഞാൻ അവിടെ തന്നെ വെച്ച് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ പുറത്ത് തന്നെ. അപ്പോൾ ഹെയറിൽ ഇപ്പോൾ ഞാൻ നന്നായിട്ട് ഒന്ന് കളർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2 പാർട്ടീഷനൊക്കെ ആക്കിയിട്ട് നമ്മൾ കളർ ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഇതിന് മുന്നേ ഞാൻ ഇതേപോലെ ഹെയർ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തന്നെ എനിക്ക് ഒരു കൊല്ലത്തോളം എനിക്ക് ഹെയറിലേക്ക് അത് കളർ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഓരോ ഹെയറിലും ഞാൻ ഇതുപോലെ പാർട്ടീഷനൊക്കെ ആക്കി വെക്കുന്നുണ്ട്. അതിൻ്റെ മുന്നേ ഞാൻ ഗ്ലൗസൊക്കെ ആദ്യം ഒന്ന് ഇട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഗ്ലൗസ് ഇടുന്ന സമയത്ത് കുറച്ച് കംഫർട്ടൊന്നുമല്ല. എന്നാലും ജസ്റ്റ് ഒന്ന് ഞാൻ ഗ്ലൗസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഇത് ഹെയറിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ചെറിയ കുറച്ച് പോർഷൻ എടുത്തിട്ടാണ് ഞാൻ നമ്മുടെ ഹെയറിലേക്ക് കളർ ഇതുപോലെ ചെയ്തിട്ട് പിന്നെ അലുമിനിയം ഫോയിലിൻ്റെ ഒരു ഇതെടുത്ത് വെച്ചിട്ട് നമ്മുടെ ഹെയർ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ പോർഷനും ഞാൻ ഇതുപോലെ കൃത്യമായിട്ട് നോക്കിയിട്ടാണ് ഇപ്പോൾ ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് വേണ്ട ഹെയറിലെ പോർഷൻ മാത്രം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫുൾ കളറായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് കുറച്ച് വൃത്തിയായിട്ട് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതുപോലെ ചെറുതായിട്ട് ഹെയർ എടുത്തിട്ട് അവിടെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ എനിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഹെയറിൽ ഇതുപോലെ കളർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയത്തൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് ഇതുപോലെ ഓരോരോ നമ്മുടെ ഹെയറിലൊക്കെ കളർ ചെയ്യുന്നതൊക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഇതുപോലെ ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടമുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഹെയറിൽ ഒരു സൈഡിൽ ഞാനിപ്പം ഫുള്ളായിട്ടൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം മറ്റേ സൈഡിലും കൂടി വേണം ഇന്ന് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ഇതുപോലെ ഹെയർ കളറൊക്കെ ചെയ്യുന്നത് തന്നെ വേറൊരാൾ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഈസിയൊക്കെ ആയിരിക്കും അവർക്ക് മനസ്സിലാവും നമ്മുടെ ഹെയറിൻ്റെ പാർട്ടീഷൻ എവിടെയൊക്കെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മറ്റേ സൈഡിലും കൂടി ഇതുപോലെ ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു അരമണിക്കൂറിന് ഞാൻ ഇതേപോലെ ഹെയറിൽ വെച്ച് കൊടുത്തിട്ട് വാഷ് ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ നെക്സ്റ്റ് ഡേ നമ്മുടെ ഹെയറൊക്കെ ഞാൻ കാണിച്ചു തരാം. ഫേസിലാണെങ്കിൽ 15 മിനിറ്റ് മാത്രം മതി. ഹെയറിൽ ഞാൻ അരമണിക്കൂറോളം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആഫ്റ്ററും ബിഫോറും ഞാൻ ഇതുപോലെയാണ് ഉള്ളത്. അപ്പോൾ നെക്സ്റ്റ് ഡേ ഞാൻ ഹെയർ വാഷൊക്കെ ചെയ്തിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷമാണ് നമ്മുടെ ഹെയർ ഇതുപോലെയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ല കളർ വന്നിട്ടുണ്ട്. പിന്നെ പറയുകയാണെന്ന് വെച്ചാൽ ഫെമ്മിൻ്റെ കാര്യത്തിൽ നമ്മൾ ഓരോ ദിവസവും കഴിയുന്തോറും കളർ ഇരട്ടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കുക. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ടാറ്റാ ബൈ ബൈ.